ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. മിഷൻ ജ്യോതി ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ മീഡിയ പ്രവർത്തനമായ എം ജ്യോതി മീഡിയയിലൂടെ പ്രഭാത സമയങ്ങളിൽ ചെയ്തു വരുന്ന പ്രഭാത വചന സന്ദേശം എന്നിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവജനത്തിനും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ പാസ്റ്റർ മാത്യു മലശ്ശേരി. ഇന്ന് രാവിലെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു ദൈവവചനം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 28 മുതൽ ഉള്ള ചില വാക്യങ്ങൾ. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ടു ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ലോകരക്ഷകനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിൽ അവതാരമെടുക്കുന്നതിന് വേണ്ടി യോസഫിന് വിവാഹ നിശ്ചയം ചെയ്ത് ആയിരുന്ന മറിയ എന്ന ഒരു കന്യകയുടെ അടുക്കൽ സ്വർഗത്തിലെ ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ച് അവളിൽ ഒരു പ്രജയുണ്ടാകുമെന്നും അവൻ ലോകരക്ഷകനാകും എന്നും ഉള്ളതാകുന്ന ഒരു ആലോചന പകരുകയാണ്. നമ്മൾ ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ വായിച്ചത്, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സാഹചര്യത്തിലല്ല, മറിയ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സാഹചര്യത്തിലല്ല ദൂതൻ മറിയയുടെ അടുക്കൽ ചെന്നത്. കാരണം മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുവാൻ തക്കോണം പിതാവായ ദൈവം തന്നോടൊത്ത് സ്വർഗത്തിലുണ്ടായിരുന്ന പുത്രനാകുന്ന ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അവതാരമെടുപ്പാൻ തക്കവണ്ണം ഒരു കന്യകയുടെ ഉദരം അത് താൽക്കാലികമായി എടുത്ത് അതിൽ പുത്രനാകുന്ന ക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ തക്കവണ്ണം പദ്ധതി ഇടുകയാണ്. യോസഫ് വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഈ കന്യകയാണ് ഈ മറിയ. വിവാഹം കഴിഞ്ഞിട്ടില്ല. അവൾ പറയുന്നു, ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, ഒരു പുരുഷനെ അറിയാൽ എനിക്കിതെങ്ങനെ സംഭവിക്കും? മക്കളമേ, എന്നെ കേൾക്കുന്ന ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളോട്, ദൈവിക വിശ്വാസികളായിരിക്കുന്ന ആരോടുമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഈ ഭൂമിയിൽ സാധ്യതയുള്ളതായ ചില കാര്യങ്ങളുണ്ട്, എന്നാൽ അസാധ്യമായിട്ടുള്ളതായ ചില കാര്യങ്ങളുമുണ്ട്. സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് സ്വതവേ ചെയ്യാം, അത് നമ്മുടെ കൈകൊണ്ട് തീരും. എന്നാൽ നമുക്ക് അസാധ്യമായ ചില കാര്യങ്ങളുണ്ട്, അത് സ്വർഗത്തിലെ ദൈവത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അബ്രഹാമിന് 100 വയസ്സാകുന്നു, തൻ്റെ ഭാര്യ സാറായിക്ക് 90 വയസ്സാകുന്നു. അവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരികളെപ്പോലെയും സന്താന പരമ്പരകൾ ഉണ്ടാകുമെന്ന് യഹോവയായ ദൈവം വാക്ക് പറഞ്ഞിട്ടും പതിറ്റാണ്ടുകൾ പലതും കഴിഞ്ഞിട്ട് ദൂതന്മാർ അവൻ്റെ കൂടാരത്തിലേക്ക് കടന്നു ചെന്ന് അവനോട് സത്യം പറയുകയാണ്, അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കും. അത് കേട്ട് സാറായി ചിരിക്കുകയാണ്. കൂടാരത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് സാറായി ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, 90 വയസ്സ് കഴിഞ്ഞ ഒരു
ഒരു മനുഷ്യപ്രജ ഉണ്ടാകുവാനുള്ളതാകുന്ന സകലവിധമായ ശാരീരികമാകുന്ന കഴിവും കരുത്തും ശുഷ്കിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്ന സാറായി, എന്നാൽ തൻ്റെ ആ അവസ്ഥയ്ക്ക് അപ്പുറമായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമെന്ന് ദൂതന്മാർ പറയുകയാണ്. ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് മാത്രം പുരുഷനെ അറിയാത്ത ഒരു കന്യകയാകുന്ന പെൺകുട്ടിയുടെ ദൂതൻ അടുക്കൽ അകത്തു ചെന്ന് അവളോട് പറയുകയാണ്, നിനക്ക് ഇതാ ഒരു സന്താനം ഉണ്ടാകാൻ പോകുന്നു. ഇതെങ്ങനെ സാധിക്കും? ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അധികാരം, ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി. മകളമേ, സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഇന്ന് രാവിലെ സമയത്തിൽ ഒരു പക്ഷേ നിങ്ങൾ എന്തെല്ലാം വിധത്തിലുള്ളതാകുന്ന വേദനയിലോ ഭാരത്തിലോ ദുഃഖത്തിലോ നിരാശയിലോ ആണോ? ഒരു തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കരയുന്നുവോ? അല്ല, ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു മഹാരോഗം, മാറാരോഗമെന്ന് ലോകത്തിലെ വൈദ്യശാസ്ത്രം മുദ്രകുത്തി വെച്ചിരിക്കുന്ന ചില രോഗങ്ങളുടേതാകുന്ന പിടിയിൽ അകപ്പെട്ട് നിങ്ങൾ ഭാരപ്പെടുന്നുവോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോടായി പറയുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന സാധ്യതയിൽ തന്നെ അവളുടെ ഗർഭത്തിൽ ഒരു പുരുഷ പ്രജ ഉണ്ടാകുവാൻ തക്കവണ്ണം ഉൽപ്പാദിതമാകുകയാണ്, അവിടെ ആരംഭം കുറിക്കുകയാണ്. ദൂതന്മാരൊരു വാക്ക് പറഞ്ഞപ്പോൾ സാറായിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടിയുള്ളതാകുന്ന ഒരു ഉൽപ്പാദനം നടക്കുകയാണ്. എങ്കിൽ നമ്മളെ അലട്ടുന്ന രോഗങ്ങൾ എന്തു തന്നെയായാലും, ഏത് നാഡീഞരമ്പിലായാലും, ഏത് മാംസപേശികളിലായാലും, ഏത് തന്തുക്കളിലായാലും, അവിടെ വ്യാപരിച്ചിരിക്കുന്ന രോഗാത്മാവിനെ അപ്പാടെ നശിപ്പിച്ച് കളയുവാൻ, അതിനെ ഉന്മൂലനാശം ചെയ്യുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അസാധ്യമായ കാര്യമല്ല. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, ഈ നിമിഷത്തിൽ നിങ്ങളെ അതേ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ അവിടേക്ക് കരങ്ങൾ വെച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിനെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങൾ വെളിപ്പെടും. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബോൽബലകമായിട്ടുള്ള കാര്യമാണ്. നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിക്കാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളോ എന്തുതന്നെയായാലും ആ വിഷയത്തിന്മേൽ നിങ്ങൾ നെടുമ്പാട് വീടുകളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, മറിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, സാറായിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടും പ്രവർത്തിപ്പാൻ മതിയായതാണ് എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, നല്ല സമയത്തിനായ സ്തോത്രം. ഈ രാവിലെ സമയത്തിൽ ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ എളിദാസനായ അടിയൻ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പുത്രനെ മഹത്വപ്പെടുത്തുന്ന തക്കവണ്ണം ദൈവമേ അവർക്ക് വേണ്ട വിടുതലും ആശ്വാസവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവത്തോട് വിടുതലയക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. നല്ല രാവിലേക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.